www.com എന്നടിച്ച മസാല ദോശ ഡൗൺലോഡായി കിട്ടുമെന്നായിരിക്കും പ്രതീക്ഷയുണ്ടോ? എന്നാർ എന്നടിച്ച നെയ്റോസ്റ്റ് കിട്ടുമോ? ഇല്ല. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വന്നവരെ പറ്റി പറയാറുള്ളത് മണ്ണിനോടും മഴയോടും മലമ്പാമ്പിനോടും മല്ലടിച്ചിട്ടാണ് അവരവിടെ പിളർന്നത്. വാട്ടുകപ്പ എന്ന് പറഞ്ഞൊരു കപ്പയുണ്ട്, അറിയാവോ? അപ്പൊ യുവാവെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സന്ദേശം മാത്രം കേട്ടിട്ട് മുന്നോട്ട് പോകുന്നവനെല്ലാം അവനവന്റെ ജീവിതത്തിന്റെ സന്ദേശം സ്വയം രൂപം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നവൻ, മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നവനാണ് യുവാവ്. ലോകം മാറ്റിയ എല്ലാ പ്രവാചകന്മാരും എല്ലാ മഹാത്മാക്കളും ഈ ലോകത്തെ മാറ്റം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുത്തത് യുവാവായിരിക്കുമ്പോഴാണ്. യേശുദേവൻ യുവാവായിരിക്കുമ്പോഴാണ് ഈ ലോകത്തിന്റെ പോക്കിനോട് പ്രതികരിച്ചത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തീവണ്ടിയിൽ നിന്ന് പുറത്തേക്ക് നിറത്തിന്റെ പേരിൽ എടുത്തെറിയപ്പെടുന്ന അവസരത്തിൽ ഈ വർണ്ണവെറിയൻ ചിന്താഗതികൾക്കെതിരായി പൊരുതാൻ തീരുമാനിച്ചത് യുവാവായിരിക്കുമ്പോഴാണ്. ഭാരതത്തിന്റെ ആധ്യാത്മിക ദർശനം എന്തെന്ന് ലോകം മുഴുവൻ സംസാരിച്ച വിവേകാനന്ദ സ്വാമി ചിക്കാഗോയിൽ പ്രസംഗിക്കുന്ന സമയത്ത് യുവാവായിരുന്നു. ലോകത്തിന്റെ പീഡനമേൽക്കേണ്ടി വരുന്നവനെ പറ്റി പാരം ചുവക്കുന്നവനോട്, മത്സ്യപിടിക്കുന്നവനോട് സംഘടിക്കാൻ ആഹ്വാനം ചെയ്ത കാറൽ മാർക്സ് അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതുമ്പോൾ നല്ല യുവാവായിരുന്നു. നമ്മൾ അറിയപ്പെടുന്ന മഹാന്മാരെല്ലാം തന്നെ ഈ ലോകത്തിന്റെ മാറ്റത്തിന് പ്രേരകമായി ചിന്തിച്ചതെല്ലാം യുവാവായിരിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് അവർ ഗുരുനാഥന്മാർ പറയുന്നത് അനുസരിച്ചു മാത്രം പോയിരുന്നുവെങ്കിൽ അവർക്ക് ഈ ലോകത്ത് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. അവർ ഗുരുനാഥന്മാർ പറഞ്ഞതെല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് അവരുടെ സ്വന്തമായിരിക്കുന്ന പ്രതികരണ ബോധവും ഒരു ആന്തരിക വെളിച്ചവും ഉൽപ്പാദിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ലോകത്തെ മാറ്റാൻ പറ്റിയത്. അപ്പൊ യുവാവെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സന്ദേശം മാത്രം കേട്ടിട്ട് മുന്നോട്ട് പോകുന്നവനെല്ലാം അവനവന്റെ ജീവിതത്തിന്റെ സന്ദേശം സ്വയം രൂപം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്നവൻ, മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നവനാണ് യുവാവ്. നല്ല മിനുസമാണ്, ടൈൽസാണ്, മാർബിളാണ് സ്കൂളുകളിൽ. പണ്ട് പരുക്കൻ നിലമായിരുന്നു. നമ്മുടെ വീടുകളുടെ അവസ്ഥയും എത്ര മനോഹരമാണ്. ചാണകം മെഴുകിയ ഓല കൊണ്ട് മേഞ്ഞ വീടുകൾ എവിടെയുണ്ടോ? എത്ര മനോഹരമാണ്. മിനുസം വർദ്ധിക്കുന്നു നമ്മുടെ ചുറ്റുവട്ടം, അല്ലേ? നമ്മുടെ റോഡുകൾ മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, നമ്മുടെ വീടുകളെല്ലാം മിനുസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, നമ്മുടെ ടോയ്ലറ്റുകൾ പോലും അതിസുന്ദരമാണ്. ഈ ബാഹ്യമായിരിക്കുന്ന മിനുസം വർദ്ധിക്കുമ്പോൾ ആന്തരികമായ മിനുസം വർദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ മനസ്സ് പരുക്കനായിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് പിഴച്ചത്? ദേവാലയങ്ങളും വിദ്യാലയങ്ങളും വളരുന്നതിന് ആനുപാതികമായി നമ്മുടെ യുവാക്കളുടെ സാമൂഹ്യ ബോധവും മനുഷ്യസ്നേഹവും സഹാനുഭൂതിയും ഒക്കെ വളർന്നു വരാൻ ഇടയാവാത്തത് എന്താണ്? ഗൗരവതരമായി നമ്മൾ പരിചിന്തനം നടത്തണം ഈ യുവജന സമ്മേളനത്തിൽ. അവിടെയാണ് യുവാക്കൾ എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ യുവാക്കളെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ പഴയ തലമുറക്ക് പറ്റിയ അബദ്ധം എന്താണ്? പഴയ തലമുറയെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ബാല്യം കാല്യം പോലെ മനോഹരമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ യുവാക്കൾക്ക് അവർക്ക് ലഭ്യമാകാത്തതെല്ലാം ലഭ്യമാക്കാനു വേണ്ടി അവർ കഷ്ടപ്പെട്ടത്, ബുദ്ധിമുട്ടിയത്. അവർക്ക് ലഭ്യമല്ലാത്തത് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നില്ല, നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ കുടിയേറ്റ മേഖലയാണ്. അവിടെ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വന്നവരെ പറ്റി പറയാറുള്ളത് മണ്ണിനോടും മഴയോടും മലമ്പാമ്പിനോടും മല്ലടിച്ചിട്ടാണ് അവരവിടെ പിളർന്നത്. അന്ന് വാട്ടുകപ്പ എന്ന് പറഞ്ഞൊരു കപ്പയുണ്ട്, അറിയാവോ? കിഴങ്ങ് വാട്ടിയിട്ട് ഉണക്കി വെക്കുന്ന ആ കപ്പ, അതായിരുന്നു പ്രധാന ഭക്ഷണം. നല്ല ഭക്ഷണം ഉണ്ടായിരുന്നില്ല, നല്ല വസ്ത്രമുണ്ടായിരുന്നില്ല, നല്ല വീടുണ്ടായിരുന്നില്ല. അവർക്ക് ലഭ്യമാകാത്തതെല്ലാം അവരുടെ അടുത്ത തലമുറയ്ക്ക് കുട്ടികൾക്കുണ്ടാകണമെന്ന് നിർബന്ധം പിടിച്ചതിന്റെ ഭാഗമായി അവരാപത്തു കാലത്ത് തൈപത്തു വെച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സമ്പത്ത് കാലത്ത് കാപത്ത് തിന്നുന്നത്. ഇന്ന് സമ്പത്ത് കാലത്ത് നമ്മൾ തൈവത്ത് വെക്കാതിരിക്കുമ്പോൾ അടുത്ത തലമുറ ആപത്ത് കാലത്ത് തിന്നാതെ മരിക്കുന്നൊരവസ്ഥ വരുമോ എന്ന ആശങ്കയാണ്. കാരണം നമ്മളെല്ലാവരും കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലുമാണല്ലോ. ഈ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും www.com എന്നടിച്ച മസാല ദോശ ഡൗൺലോഡായി കിട്ടുമെന്നായിരിക്കും പ്രതീക്ഷയുണ്ടോ? എന്നാർ എന്നടിച്ച നെയ്റോസ്റ്റ് കിട്ടുമോ? ഇല്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം ഒരു ജൈവിക വസ്തുവാണ്, അതൊരു ഡിജിറ്റൽ വസ്തുവല്ല. അതുപോലെ തന്നെയാണ് സ്നേഹവും കാരുണ്യവും ദയയും ഒക്കെ പറയുന്നത് കേവലം ഒരു ജൈവികമായ കാര്യമാണ്, അതൊരു ഡിജിറ്റൽ അല്ല. അതുകൊണ്ട് എത്ര ഡിജിറ്റൽ ആയാലും വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ കവിതയിൽ പറയും, ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും
മനസ്സിലുണ്ടാവട്ടെ. ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും.